പ്രിയമുള്ളവരെ, കേരള ദളിത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന 13ാമത്തെ അവാർഡ് ദാന പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പെരിങ്ങോട്ട് ചന്ദ്രന് കലാമണ്ഡലം സർവകലാശാലയിൽ നിന്നും തിമില വാദ്യത്തിൻ്റെ വിവിധ അടരുകളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള പാണ്ഡിത്യവും പ്രാവീണ്യവും നേടി ഒരുപാട് നാളുകളായി കേരളത്തിൻ്റെ കലാ മേഖലയിൽ ജ്വലിച്ചു നിൽക്കുന്ന നക്ഷത്രമായ ചന്ദ്രന് ഈ അവാർഡ് നൽകുവാനായി ഉള്ള അവസരം എനിക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ തിമിലവാദ്യം അതിൻ്റെ പ്രയോഗത്തിന് ചന്ദ്രന് അവസരം നിഷേധിക്കപ്പെട്ട ആ സന്ദർഭത്തിൽ തന്നെ ചന്ദ്രനെക്കുറിച്ച് ഞങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. എൻ്റെ സുഹൃത്തു കൂടിയായ വാസുദേവൻ വളരെ മനോഹരമായ, ഹൃദ്യമായ, ആധികാരികമായ ചന്ദ്രന്റെ ജീവചരിത്രം പ്രകാശനം ചെയ്തതോടുകൂടി കുറെ കൂടി കൃത്യതയും ആധികാരികതയും ഈ കാര്യത്തിൽ എനിക്ക് ലഭിക്കുകയാണ്. ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നും ദളിതരെ അകറ്റി നിർത്തുക എന്ന ദൗത്യം അത് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മാത്രമല്ല, ഇന്ത്യയുടെ സാഹിത്യ സാംസ്കാരിക മേഖലകളെ എടുത്ത് പരിശോധിച്ചാലും, വിദ്യാഭ്യാസ മേഖലയെടുത്ത് പരിശോധിച്ചാലും ഈ അകറ്റി നിർത്തൽ വളരെ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ, പുറത്തു വന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ അർത്ഥം പുറത്തു വരാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട് എന്നുള്ളതാണ്. അപൂർവമായി മാത്രമാണ് മാധ്യമങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നത്. അവയുടെ പോലും രൂക്ഷത അതിഭീകരമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ രോഹിത് വെമുലയെ കുറിച്ച് നമുക്കറിയാം. രോഹിത് വെമുല തന്റെ ജീവിതം അവസാനിപ്പിച്ചത് ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ ദളിത് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ തുടർച്ച എന്ന നിലയിലാണ്. അത്തരം പീഡനങ്ങൾക്ക് അറുതി വരുത്തണമെന്ന, അത് അവസാനിപ്പിക്കണമെന്ന അദ്ദേഹത്തിന്റെയും സുഹൃത്തുക്കളുടെയും അതിധീരമായ ചെറുത്തുനിൽപ്പുകളുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ജീവൻ ബലി നൽകേണ്ടി വന്നത് എന്ന് നമുക്കറിയാം. രോഹിത് വെമുല മാത്രമല്ല, അതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വർദ്ധിക്കുന്ന നിരവധി ദളിത് വിദ്യാർത്ഥികൾ നിരന്തരമായ പീഡനങ്ങൾക്കും അവഗണനകൾക്കും ഇരയായിക്കൊണ്ടാണ് ഇന്ന് വർത്തമാനകാല ഇന്ത്യൻ സാഹചര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല, സാമൂഹ്യ ജീവിതത്തിൽ
ചരിത്രത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട ഈ വിഭാഗത്തെ നിഷ്കരുണം ചവിട്ടി അരച്ചുകൊണ്ട് ജാതി മേധാവിത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം. എത്രയെത്ര ദളിത് പീഡനങ്ങളാണ്, എത്രയെത്ര ദളിത് ഗ്രാമങ്ങളാണ് അഗ്നിക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം ഇന്ന് നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പത്രമാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്ന ഈ ഭീകരാവസ്ഥയെ തരണം ചെയ്യുക മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ജന്മനാട്, അതുപോലെ തന്നെ കേരളം, അത് ഇന്നത്തെ ഇന്ത്യയായി പരിണമിക്കുന്നതിന്, ഇന്നത്തെ കേരളമായി പരിണമിക്കുന്നതിന് ദളിത് വിഭാഗങ്ങൾ നൽകിയ സംഭാവനകൾ, ആ സംഭാവനകളെ വീണ്ടും വീണ്ടും പേർത്തും വായിക്കുകയും വിശകലനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതിന്റെ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളം ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ആയിത്തീർന്നതല്ല. ഏതെങ്കിലും ഒരു പ്രകൃതി അതീത ദേവതയുടെ ഇച്ഛയുടെ ഫലമായിട്ട് അല്ലെങ്കിൽ കൽപ്പനയുടെ ഫലമായിട്ട് കേരളം ഇങ്ങനെ ആയി തീരട്ടെ എന്ന ഒരു കൽപ്പനയുടെ ഭാഗമായിട്ട്, ഒരു തീട്ടൂരത്തിന്റെ ഭാഗമായിട്ട് കേരളം ഇങ്ങനെ പരിണമിച്ചതല്ല. ഇന്ത്യയും അങ്ങനെ തന്നെയാണ്. ഇന്ത്യയാകുന്നതിന്, കേരളമാകുന്നതിന് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കൾ അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ടാണ്, നിരന്തരമായ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടാണ് കേരളമായി തീർന്നത്. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം, നാം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ തെരുവീഥികളിലൂടെ മനുഷ്യനായി പിറന്നത് കൊണ്ട് മാത്രം സഞ്ചാര സ്വാതന്ത്ര്യം വിച്ഛേദിക്കപ്പെട്ട ഒരു ജനവിഭാഗം ഇവിടെ ജീവിച്ചിരുന്നു എന്ന് നാം മറന്നുകൂടാ. കേരളത്തിന്റെ മുഖ്യ തെരുവീഥികളിലൂടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ദേവനെ ആരാധിക്കാനുള്ള അവകാശം മനുഷ്യനായി പിറന്നത് കൊണ്ട് മാത്രം നിഷേധിക്കപ്പെട്ട, ദളിതനായി പിറന്നത് കൊണ്ട് മാത്രം നിഷേധിക്കപ്പെട്ട തലമുറകൾ ഇവിടെ ജീവിച്ചിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ ശൂദ്രൻ എന്ന് പറയുന്ന ജനവിഭാഗങ്ങൾ ചരിത്രത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെട്ട, ചരിത്രത്തിന്റെ മുഖ്യധാരയിലേക്ക് ഒരു കാരണവശാലും അവൻ കടന്നു വരരുത് എന്ന ബോധപൂർവമായ തീരുമാനത്തിന്റെ വെളിച്ചത്തിൽ അകറ്റി നിർത്തപ്പെട്ട ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടണയാണ് എന്ന് വിളിച്ചു പറഞ്ഞ സാംസ്കാരിക നായകന്മാർ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ശൂദ്രന്റെ മുമ്പിൽ അറിവ് ഉച്ചരിക്കരുത് എന്നും, ശൂദ്രന്റെ മുമ്പിൽ അറിവ് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അത് പാതകമാണ്, മഹാപാപമാണ് എന്നും വിലയിരുത്തപ്പെട്ട ഒരു സമൂഹം ഇവിടെ ജീവിച്ചിരുന്നു. അറിവ് ഉച്ചരിക്കുന്ന, അറിവ് സമ്പാദിക്കുന്ന ശൂദ്രനെ വെട്ടിപ്പിളർക്കണമെന്നും, അറിവ് ഉച്ചരിക്കുന്ന ശൂദ്രന്റെ നാവ് പിഴുത് എറിയണമെന്നും, അറിവ് കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയവും ഉരുക്കിയൊഴിക്കണമെന്നും, അറിവ് ധരിക്കുന്ന ശൂദ്രന്റെ ശരീരം വെട്ടിപ്പിളർക്കണമെന്നും സ്മൃതി ഗ്രന്ഥങ്ങളിലൂടെ ബ്രാഹ്മണ പുരോഹിത മേധാവിത്വം എഴുതി വെച്ച ആ രേഖകൾക്കനുസരിച്ച് സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ ചിട്ടപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിലും ഉണ്ടായിരുന്നു. അത്തരം സംഭവ വികാസങ്ങൾക്കെതിരായിട്ട് അതിശക്തമായ പോരാട്ടങ്ങൾ നടത്തിയാണ് കേരളം ഇന്ന് കേരളമായി തീർന്നത്. അയ്യങ്കാളിയെ പോലെയുള്ള മഹാരഥന്മാര്, മഹാനുഭാവന്മാര് തങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള സാമൂഹ്യ സാഹചര്യം അത് നിഷേധിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ട് അതിശക്തമായ പടഭേരി മുഴക്കിക്കൊണ്ട് രംഗത്ത് വന്ന അയ്യങ്കാളിയെ പോലെയുള്ള സാംസ്കാരിക നായകന്മാർ രംഗത്ത് വരിക മാത്രമല്ല, കേരളത്തിന്റെ ചരിത്രത്തിലും ആദ്യമായി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിക്കാനുള്ള വിദ്യാലയങ്ങളുടെ കവാടം തുറന്നു നൽകാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പത്തായം നിറയ്ക്കുന്ന പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ധീരമായി പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക തൊഴിലാളികളെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് ആനയിച്ചുകൊണ്ട് അതിശക്തമായ പടഭേരി മുഴക്കിയ അയ്യങ്കാളിയെ പോലെയുള്ള ധീരരായ സാംസ്കാരിക നായകന്മാർ, അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരുപാട് ദളിത് മേഖലയിൽപ്പെട്ട ആളുകളുടെ, സാംസ്കാരിക നായകന്മാരുടെ കർമ്മനിരതമായ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് കേരളമായി തീർന്നത്.